അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഇറച്ചിപ്പുട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ മട്ടൺ വെച്ചിട്ടോ എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് 3 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാൻ റവ വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. നമ്മുടെ സാധാ റവ. നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ടുപൊടി അല്ലെങ്കിൽ അരി വെച്ചിട്ടുള്ള പുട്ടുപൊടിയൊക്കെ ഇല്ലേ, അതിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ റവയൊന്ന് വറുത്തെടുക്കണം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഈ റവ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. ഇളക്കി കൊടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. കൈവിടാതെ ഇളക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് മാറിയാൽ മതി, അതിൻ്റെ അടിഭാഗം ഓവർ റോസ്റ്റ് ആകും. ഇത് നമുക്ക് ഇതിൻ്റെ കളറൊട്ടും മാറരുത്. അതുപോലെ ഈ ഒരു റവയുടെ പച്ചമണം മാറി കിട്ടണമെങ്കിൽ വേണം നമുക്ക് കളറ് മാറാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം വറുത്തെടുക്കാൻ. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ചൂടിൽ അടിഭാഗം കരിഞ്ഞു പോകും. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ചൂടാറി കിട്ടാനും നല്ലതാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, നമ്മുടെ സാദാ വെള്ളം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ പുട്ടിനൊക്കെ സാധാരണ നനയ്ക്കുന്ന പോലെ ഈ വെള്ളം ചേർത്ത് ഇതൊന്ന് നനച്ചെടുക്കണം. ഈ റവ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി. ഞാനിവിടെ ഫുഡ് പ്രോസസ്സറിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അതിലാണ് മിക്സാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് നനച്ചെടുത്താൽ മതി. മീഡിയം ബ്ലേഡ് അല്ല കേട്ടോ, ചോപ്പിംഗ് ബ്ലേഡാണ് ഇട്ട് കൊടുത്തത്. എനിക്ക് കുറച്ചും കൂടി ഈസിയാകുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ, കട്ടയില്ലാതെ കിട്ടുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടയില്ലാത്ത പാകത്തിന് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിനുള്ള മസാല തയ്യാറാക്കാം. ഇനി ഞാനിത് 1/2 കിലോ ബീഫ് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വെള്ളം ചേർക്കാതെ വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തതാണ്. ചെറുതായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ ചിക്കൻ വെച്ചിട്ടോ മട്ടൺ വെച്ചിട്ടോ ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് സവാളയുടെ അളവ് വേണമെങ്കിൽ കുറക്കാം. കുറച്ച് ക്യാബേജ് അരിഞ്ഞതും ക്യാപ്സിക്കം കുറച്ച് അരിഞ്ഞതും ക്യാരറ്റ് ഗ്രേറ്റ് ആക്കിയത് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ വഴന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് മീറ്റ് മസാല ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ. ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വഴറ്റി കൊടുക്കണം. ടൊമാറ്റോ ഉടഞ്ഞ് ഒരു പേസ്റ്റ് പരുവത്തിലാവുന്നത് വരെ ഇത് വഴറ്റണം. ഇതിപ്പോൾ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ബീഫ് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇറച്ചി വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് കളയണ്ട കേട്ടോ, അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറ്റുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ഡ്രൈ ആവേണ്ട, ചെറുതായിട്ടൊരു ഈർപ്പം വേണം ഇതിൽ. അതുപോലെ നല്ലോണം ലൂസാവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. നമുക്കിത് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം.
ഇതിപ്പോൾ നമ്മുടെ മസാലയുടെ ചൂടൊക്കെ ആറി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നനച്ച് വെച്ച നമ്മുടെ റവ കുറച്ച് സമയമായിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇതിലേക്ക് നമ്മുടെ ഈ മസാല മിക്സാക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം, അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയെന്ന്. പക്ഷേ അത് അത്രയും കെയറായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പുട്ട് വെന്ത് കിട്ടില്ല. ആദ്യമൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വലിയ പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിപ്പോൾ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ റവ മിക്സ് പകുതിയോളം ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ റവ മിക്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ലെയറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസാല ഈ റവയിൽ മിക്സ് ആക്കാത്ത ഇങ്ങനെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ റവ ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മുടെ മസാല ഇട്ട് കൊടുക്കുക, വീണ്ടും തേങ്ങ റവ, അങ്ങനെ ആ ഒരു രീതിയിൽ ലെയറായിട്ട് മസാല ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും പ്രസ്സായി പോകരുത്. അങ്ങനെ പ്രസ്സായി പോയാൽ പിന്നെ നമുക്കത് ആവി വരില്ല. ആവി വന്നില്ലെങ്കിൽ നമുക്ക് പുട്ട് നമുക്ക് വെന്ത് കിട്ടില്ല. ആ ഒരു പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ അത് നല്ലോണം കെയറായിട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്ത് നോക്കൂട്ടോ, നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റുമുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പുട്ടുമേക്കറിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് പുട്ടുകുറ്റി വെച്ച് വേവിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് സ്റ്റീമറിലും ഗ്ലാസ്സിലൊക്കെ വെച്ച് അങ്ങനെയും വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ആവി വന്നിട്ടുണ്ട്. നമ്മുടെ സാധാ പുട്ട് പോലെ തന്നെ നമുക്ക് നല്ലോണം ആവി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നിന്നും റിമൂവ് ആക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇറച്ചിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.